ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ 2023 പ്രസിദ്ധീകരിച്ച അക്ഷര കൈരളിയിലെ +1 തുല്യത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1 മാർക്ക് വീതം. The purpose of publicity is to make the spectator marginally dissatisfied with his present way of life. Not just with the way of life of society, but with his own within it. It suggests that if he buys what it is offering, his life will become better. It offers him an improved alternative to what he is. All publicity works upon anxiety. ഇത് ജോൺ ബർജർ എഴുതിയ ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് എന്ന ചാപ്റ്ററിലെ പാസേജാണ്. എന്താണ് പബ്ലിസിറ്റി? പബ്ലിസിറ്റി പരസ്യം ചെയ്യുന്നതിനെയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ്, സർവീസ്, ഓർഗനൈസേഷൻ ഇതിനെല്ലാം കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് പബ്ലിസിറ്റി. ഇവിടെ പബ്ലിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുവെ പറയുന്ന അഡ്വർടൈസ്മെന്റിനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പബ്ലിസിറ്റി? പബ്ലിസിറ്റിയുടെ ഉദ്ദേശം എന്താണ്? The purpose of publicity is to make the spectator marginally dissatisfied with his present way of life. പബ്ലിസിറ്റിയുടെ ഉദ്ദേശം കാഴ്ചക്കാരനെ അവൻ്റെ ഇന്നത്തെ ജീവിത രീതിയിൽ നേരിയ അതൃപ്തി ഉണ്ടാക്കുക എന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. How does publicity inspire us to buy the product it offers? ഒരു പ്രോഡക്റ്റ്, ഉൽപ്പന്നം വാങ്ങാൻ പബ്ലിസിറ്റി എങ്ങനെയാണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത്? Publicity inspires us to buy the product it offers by suggesting that our life will become better if we buy what it is offering. ഒരു അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പ്രോഡക്റ്റ്, എന്തെങ്കിലും ഫെയർനെസ് ക്രീം പരസ്യമാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം പട്ടുപോലെ തിളങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ കളർ ഉണ്ടാകും, തിളങ്ങും. അതുവഴി കുറച്ചുകൂടി നമ്മളെ കാണാൻ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആകും എന്ന് കരുതി കുറേ പേർ അത് വാങ്ങിക്കും. ഈ അഡ്വർടൈസ്മെൻറ്റിൽ അല്ലെങ്കിൽ പബ്ലിസിറ്റിയിൽ വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നം വാങ്ങാൻ നമുക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഡസ് ദ പബ്ലിസിറ്റി ഓഫർ ദ ബയർ? വാങ്ങുന്നയാൾക്ക് പബ്ലിസിറ്റി എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ദ പബ്ലിസിറ്റി ഓഫേഴ്സ് ദ ബയർ ആൻ ഇംപ്രൂവ്ഡ് ഓൾട്ടർനേറ്റീവ് ടു വാട്ട് ഹി ഈസ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്രീമോ അല്ലെങ്കിൽ ഷാമ്പു പോലെയുള്ളവ ഇട്ടാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിലും മികച്ചതായി മാറും എന്നാണ് പബ്ലിസിറ്റി വാഗ്ദാനം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ഡസ് പബ്ലിസിറ്റി വർക്ക്? പബ്ലിസിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പബ്ലിസിറ്റി വർക്ക്സ് അപ്പോൺ ആങ്സൈറ്റി. ഉത്കണ്ഠയുടെ അടിസ്ഥാനത്തിലാണ് പബ്ലിസിറ്റി പ്രവർത്തിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 to 8. റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. താഴെ കൊടുത്തിരിക്കുന്ന കവിതയുടെ ഭാഗം വായിച്ച ശേഷം 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. But these feathered friends thought not of me. They kept nibbling and gobbling on my cherries. Stop, I shouted, and leave that tree. You have taken more cherries than you need. ഈ കൊടുത്തിരിക്കുന്ന വരികൾ മൈ ചെറി ട്രീ എന്ന കവിതയിലെ വരികളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹു ഈസ് ദി ഓഥർ ഓഫ് ദ പോം? ഈ കവിത എഴുതിയത് ആരാണ്? എല്ലൻ ബെയ്ലി. എല്ലൻ ബെയ്ലിയാണ് ഈ കവിത എഴുതിയത്. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ഫെതേർഡ് ഫ്രണ്ട്സ് മീൻ? എന്താണ് ഫെതേർഡ് ഫ്രണ്ട്സ്, ചിറകുള്ള കൂട്ടുകാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദി എക്സ്പ്രഷൻ ഫെതേർഡ് ഫ്രണ്ട്സ് റെഫേഴ്സ് ടു ബേർഡ്സ്. പക്ഷികളെയാണ് ചിറകുള്ള കൂട്ടുകാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഡിഡ് ദേ ഡു ടു ദ ചെറീസ്? പക്ഷികൾ ചെറിപ്പഴങ്ങളെ എന്താണ് ചെയ്തത്? ആൻസർ, ദ ബേർഡ്സ് കെപ്റ്റ് നിബ്ലിംഗ് ആൻഡ് ഗോബ്ലിംഗ് ഓൺ ദ ചെറീസ്. ദേ വെയർ ഈറ്റിംഗ് ദം. പക്ഷികൾ ചെറി മരത്തിൽ പറന്നു നടന്ന് എല്ലാ ചെറിയും കൊത്തി നോക്കി കഴിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ദ പോയറ്റ് ഡിഡ്? എന്താണ് കവി ചെയ്തത്? ആൻസർ, ദ പോയറ്റ് ഷൗട്ടഡ് അറ്റ് ദ ബേർഡ്സ് ടു സ്റ്റോപ്പ് ഈറ്റിംഗ് ദ ചെറീസ് ആൻഡ് ലീവ് ദ ട്രീ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ ബേർഡ്സ് ഹാഡ് ടേക്കൺ മോർ ചെറീസ് ദാൻ ദേ നീഡഡ്.
ചെറി കഴിക്കുന്നത് നിർത്തി മരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പക്ഷികളോട് കവി ആവശ്യപ്പെട്ടു. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ ബേർഡ്സ് ഹാഡ് ടേക്കൺ മോർ ചെറീസ് ദാൻ ദേ നീഡഡ്. പക്ഷികൾ ആവശ്യത്തിലധികം ചെറി എടുത്തതായും കവി സൂചിപ്പിച്ചു. Question number 9 to 12. Attempt any 3 questions. Each question carries 2 scores. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. Question number 9. Why does Mrs. Popo confine herself to her house? എന്തുകൊണ്ടാണ് മിസ്സിസ് പോപ്പോ തൻ്റെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിയുന്നത്? ബുവ എന്ന ചാപ്റ്ററിലെ ക്യാരക്ടറാണ് മിസ്സിസ് പോപ്പോ. മിസ്സിസ് പോപ്പോ ഹാസ് കൺഫൈൻഡ് ഹെർസെൽഫ് ഇൻ ദ ഹൗസ് ഫോർ 7 months. 7 മാസത്തോളമായി മിസ്സിസ് പോപ്പോ തൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. She has been inside her house since her husband Nikolai Mikhailovich's death. തൻ്റെ ഭർത്താവ് നിക്കോളായ് മൈക്ലോവിച്ചിൻ്റെ മരണശേഷം പോപ്പോ അവരുടെ വീടിനുള്ളിൽ തന്നെയാണ്. Because she wants to be a faithful wife and spend her entire life in the memory of her dead husband. എന്തുകൊണ്ടാണ് പോപ്പോ വീടിനുള്ളിൽ ഇരിക്കുന്നതിന് കാരണം? പോപ്പോ വിശ്വസ്തയായ ഭാര്യയാകാനും മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മയിൽ തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നു. Question number 10. Why was Mikali unable to go to work? എന്തുകൊണ്ടാണ് മിക്കാലിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തത്? ഇത് മെറ്റേണിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ വീഡിയോ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ അതിലുണ്ട്. Question number 11. Why does Mahmoud, the old man, still make kites? എന്തുകൊണ്ടാണ് വൃദ്ധനായ മെഹ്മൂദ് ഇപ്പോഴും പട്ടമുണ്ടാക്കുന്നത്? ഇത് ദ കൈറ്റ് മേക്കർ എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ആൻസർ നോക്കാം. According to the story The Kite Maker by Ruskin Bond, Mahmoud, the old man, still make kites because he has been making kites for over 40 years and it has become a part of his life. റസ്കിൻ ബോൺ എഴുതിയ കഥയാണ് ദ കൈറ്റ് മേക്കർ. കൈറ്റ് എന്നാൽ പട്ടം എന്നാണ് മീനിങ്. മെഹ്മൂദ് എന്ന വൃദ്ധനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹം ഒരു കൈറ്റ് മേക്കറാണ്, പട്ടം നിർമ്മിക്കുന്ന ആളാണ്. 40 വർഷത്തിലേറെയായി അദ്ദേഹം പട്ടം ഉണ്ടാക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഹി ലവ്സ് ദ ഫീലിംഗ് ഓഫ് ഫ്രീഡം ആൻഡ് ജോയ് ദാറ്റ് കംസ് വിത്ത് ഫ്ലൈയിങ് കൈറ്റ്സ്. പട്ടം പറത്തുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ ഒരു വികാരം അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. He wants to keep the traditional art of kite making alive. പട്ടം നിർമ്മാണം എന്ന പരമ്പരാഗത കല നിലനിർത്താനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. He finds solace and peace in making kites, which helps him to escape the harsh realities of life. പട്ടം നിർമ്മിക്കുമ്പോൾ അദ്ദേഹം അതിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുന്നു. ഇത് ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. He also makes kites for the children in the village who love and appreciate his creations. തൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികൾക്കായി അദ്ദേഹം പട്ടമുണ്ടാക്കുന്നു. Overall, Mahmoud continues to make kites because it brings him happiness, fulfillment and a sense of purpose. സർവോപരി പട്ടങ്ങൾ അദ്ദേഹത്തിന് സന്തോഷവും ലക്ഷ്യബോധവും നൽകുന്നു. Question number 12. Report the following sentences. John said, I like to play football. Answer. John said that he likes to play football. Next question. The boy said, my father is sleeping. Answer. The boy said that his father is sleeping. ഗ്രാമർ കണ്ട് പേടിക്കേണ്ട. ഗ്രാമർ വളരെ കുറച്ച് മാർക്കിന് മാത്രമേ ചോദിക്കുകയുള്ളൂ. സോ അത് പഠിക്കാൻ വേണ്ടി സമയം കളയണ്ട. Question number 13 to 19. Attempt any 5 of the following questions. Each question carries 4 score. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. Question number 13. What was the opinion of John's son regarding his father's idea? ജോണിൻ്റെ ആശയത്തെക്കുറിച്ച് മകൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഇത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. Question number 14. Sketch the character of the grandmother in the story The Portrait of a Lady. The Portrait of a Lady എന്ന ചാപ്റ്ററിലെ മുത്തശ്ശിയുടെ കഥാപാത്ര വിവരണം എഴുതുക. ഈ ചാപ്റ്ററിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻസർ അതിലുണ്ട്.
Question number 15. Mikali decides to write a diary after returning from Chinaman's house. Write a possible diary entry. ചൈനാമാൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ മിക്കാലി ഒരു ഡയറി എഴുതാൻ തീരുമാനിക്കുന്നു. ഒരു ഡയറി എൻട്രി എഴുതുക. ആൻസർ നോക്കാം. ഒരു പുതിയ പേജ് എടുത്ത് 4 സൈഡിൽ വരച്ച് വേണം ഡയറി എഴുതാൻ. മന്ത്, ഡേറ്റ്, ഇയർ, ഡേ എഴുതുക, ടൈം എഴുതുക, അതിനുശേഷം എഴുതി തുടങ്ങുക. ഡിയർ ഡയറി, ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു ഇന്ന്. ഐ വാസ് ക്രൈയിങ് ഇൻ ദ ക്യാമ്പ് വെൻ എ ചൈനാമാൻ അപ്പിയർഡ് ബിഫോർ മീ. ഒരു ചൈനാമാൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ക്യാമ്പിലിരുന്ന് കരയുകയായിരുന്നു. ഐ വാസ് scared at first, remembering all the horrible stories I have heard about the Orientals. ഓറിയന്റൽസിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഭയാനകമായ കഥകളെല്ലാം ഓർത്ത് ഞാൻ ആദ്യം ഭയന്നു. But this man was different. എന്നാൽ ഈ മനുഷ്യൻ വ്യത്യസ്തനായിരുന്നു. He was kind and gentle and his eyes seemed to hold a deep compassion. അദ്ദേഹം ദയയുള്ളവനും സൗമ്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അഗാധമായ അനുകമ്പ ഉള്ളതായി തോന്നി. He took me to his home where his wife welcomed us with a warm smile. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞങ്ങളെ ഒരു പുഞ്ചിരിയോടെ സ്വീകരിച്ചു. Their home was simple but clean and neat. അവരുടെ വീട് ലളിതവും എന്നാൽ വൃത്തിയും വെടിപ്പുമുള്ളതായിരുന്നു. They took in my baby brother who was famished and weak and fed him with such love and care. ബലഹീനനും പട്ടിണിയുമായ എൻ്റെ കുഞ്ഞു സഹോദരനെ അവർ സ്വീകരിച്ചു. അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും അവന് ഭക്ഷണം നൽകി. ഐ വാസ് അമേസ്ഡ് ബൈ ദ കൈൻഡ്നസ് ആൻഡ് ജനറോസിറ്റി. അവരുടെ ദയയും ഔദാര്യവും എന്നെ അത്ഭുതപ്പെടുത്തി. They showed me that not all Orientals are cruel and that there is still good in this world. എല്ലാ ഓറിയന്റൽസും ക്രൂരന്മാരല്ലെന്നും ഈ ലോകത്ത് ഇപ്പോഴും നന്മയുള്ളവരുണ്ടെന്നും അവർ എനിക്ക് കാണിച്ചു തന്നു. I feel ashamed for believing those horrible stories. ഓറിയന്റൽസിനെ കുറിച്ച് കേട്ട കഥകൾ വിശ്വസിച്ചതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. I will never forget this day and the kindness of this Chinaman and his wife. ഈ ദിവസവും ചൈനക്കാരൻ്റെയും ഭാര്യയുടെയും ദയയും ഞാൻ ഒരിക്കലും മറക്കില്ല. They have restored my faith in humanity. അവർ മനുഷ്യത്വത്തിലുള്ള എൻ്റെ വിശ്വാസം പുനഃസ്ഥാപിച്ചു. Question number 16. Filling the blanks with suitable words from those given in the brackets. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ശരിയായ വാക്ക് ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഇത് ദ ബെഗർ എന്ന സ്റ്റോറിയിലെ പാഠഭാഗമാണ്. ശരിയായ ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Question number 17. Explain the following lines. ഇത് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന കവിതയിലെ വരികളാണ്. ഈ വരികൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കവിതയുടെ ഡീറ്റെയിൽ വീഡിയോ ഈ ചാനലിലുണ്ട്. ആ വീഡിയോ കാണുക. Question number 18. Prepare a profile of Mother Teresa using the hints given below. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് മദർ തെരേസയുടെ പ്രൊഫൈൽ എഴുതുക എന്നതാണ് ചോദ്യം. ഇത് ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ എവിടെയും മദർ തെരേസയെക്കുറിച്ച് പറയുന്നില്ല. സിലബസിന് പുറത്തുള്ള ചോദ്യമാണ്. ആൻസർ നോക്കാം. മദർ തെരേസ വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 26, 1910 ഇൻ നോർത്ത് മാസിഡോണിയ ടു പാരൻസ് നിക്കോലെ ആൻഡ് ഡ്രാനഫൽ ബൊജാക്സിയു. 1910 ഓഗസ്റ്റ് 26 നോർത്ത് മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത്. നിക്കോലയും ഡ്രാനഫൽ ബൊജാക്സിയുമാണ് മാതാപിതാക്കൾ. In 1928, she joined the Sisters of Loreto and arrived in India in 1929. 1928 മദർ തെരേസ ലൊറേറ്റോ സിസ്റ്റേഴ്സിൽ ചേർന്നു. 1929 ഇന്ത്യയിലെത്തി. On May 24, 1931, she took her initial vows as a nun. 1931 മെയ് 24 അവർ കന്യാസ്ത്രീയായി തൻ്റെ ആദ്യ പ്രതിജ്ഞ എടുത്തു. From 1931 to 1948, she taught at St. Mary's High School in Kolkata. 1931 മുതൽ 1948 വരെ അവർ കൊൽക്കത്തയിലെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. In 1950, she founded the Missionaries of Charity. 1950 അവർ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു.
ഷീ റിസീവ്ഡ് ദ പത്മശ്രീ ഇൻ 1962. 1962 അവർക്ക് പത്മശ്രീ ലഭിച്ചു. ദ ഭാരത് രത്ന ഇൻ 1980. 1980 ഭാരത് രത്ന ലഭിച്ചു. ആൻഡ് ദ നൊബേൽ പീസ് പ്രൈസ് ഇൻ 1979. 1979 മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ലഭിച്ചു. മദർ തെരേസ പാസ്ഡ് എവേ ഓൺ സെപ്റ്റംബർ 5, 1997. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ മരണമടഞ്ഞു. ആൻ വാസ് കാനനൈസ്ഡ് ആസ് എ സെയിന്റ് ഓൺ സെപ്റ്റംബർ 4, 2016. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. Question number 19. Why does A.G. Gardiner ask not to lend books to anyone? എന്തുകൊണ്ടാണ് A.G. Gardiner ആർക്കും പുസ്തകങ്ങൾ കടം കൊടുക്കരുതെന്ന് പറയുന്നത്? Answer. A.G. Gardiner, a British author and journalist, once said, "Never lend a book to anyone because he believes that once you lend a book, it is likely that you will never see it again." ബ്രിട്ടീഷ് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ് A.G. ഗാർഡിനർ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരിക്കലും ഒരു പുസ്തകവും ആർക്കും കടം കൊടുക്കരുത്. കാരണം ഒരിക്കൽ നിങ്ങൾ ഒരു പുസ്തകം കടം കൊടുത്താൽ നിങ്ങൾ ആ പുസ്തകം പിന്നീട് ഒരിക്കലും കാണാനിടയില്ല. People often don't return borrowed books or they return them in poor condition. ആളുകൾ പലപ്പോഴും കടം വാങ്ങിയ പുസ്തകങ്ങൾ തിരികെ നൽകില്ല, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിൽ അവ തിരികെ നൽകുന്നു. Lending books can lead to disappointment and loss of a valued possession. പുസ്തകങ്ങൾ കടം കൊടുക്കുന്നത് നിരാശയ്ക്കും അതുപോലെ തന്നെ മൂല്യവത്തായ ഒരു സ്വത്ത് നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും. Gardiner's humorous quote suggests that it is better to keep your books to yourself rather than risk losing them by lending them to others. നിങ്ങളുടെ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുത്ത് നഷ്ടപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ പുസ്തകങ്ങൾ സ്വയം സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഗാർഡിനർ സൂചിപ്പിക്കുന്നു. Question number 20 to 26. Answer any 5 of the following in 80 words. Each question carries 6 scores. 20 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 80 വാക്കിൽ ഉത്തരമെഴുതുക. ഓരോന്നിനും 6 മാർക്ക് വീതം. Question number 20. Assume you were given the opportunity to speak with Mahmood, the kite maker. Prepare 6 possible questions to ask him during the interview. പട്ടം നിർമ്മാതാവായ മെഹ്മൂദുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്ന് കരുതുക. അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കാൻ സാധിക്കുന്ന 6 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ആൻസർ നോക്കാം. മെഹ്മൂദ്, യു ഹാവ് ബീൻ മേക്കിംഗ് കൈറ്റ്സ് ഫോർ ഓവർ 40 years. വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ദിസ് ക്രാഫ്റ്റ്? മെഹ്മൂദ്, താങ്കൾ 40 വർഷത്തിലേറെയായി പട്ടം നിർമ്മിക്കുന്നു. ഈ ക്രാഫ്റ്റ് തുടങ്ങാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചത് എന്താണ്? യുവർ കൈറ്റ്സ് ആർ റിനൗൺഡ് ഫോർ ദെയർ ബ്യൂട്ടി ആൻഡ് ഡ്യൂറബിലിറ്റി. വാട്ട്സ് എ സീക്രട്ട് ടു യുവർ ക്രാഫ്റ്റ്മാൻഷിപ്പ്? താങ്കളുടെ പട്ടങ്ങൾ അവയുടെ സൗന്ദര്യത്തിനും ഈടുനിൽപ്പിനും പേരുകേട്ടതാണ്. താങ്കളുടെ കരകൗശലത്തിന്റെ രഹസ്യം എന്താണ്? ഹൗ ഡു യു ഫീൽ വെൻ യു സീ ചിൽഡ്രൻ ഫ്ലൈയിങ് യുവർ കൈറ്റ്സ് ഇൻ ദ സ്കൈ? കുട്ടികൾ ആകാശത്ത് താങ്കളുടെ പട്ടം പറത്തുന്നത് കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വാട്ട് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് പാർട്ട് ഓഫ് മേക്കിംഗ് കൈറ്റ്സ് ആൻഡ് ഹൗ ഡു യു ഓവർകം ഇറ്റ്? പട്ടം നിർമ്മിക്കുന്നതിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗം എന്താണ്? നിങ്ങൾ അതിനെ എങ്ങനെ തരണം ചെയ്യും? വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് യുവർ മോസ്റ്റ് മെമ്മറബിൾ കൈറ്റ് ക്രിയേഷൻ? ഇതുവരെ ഉണ്ടാക്കിയ പട്ടങ്ങളിൽ അവിസ്മരണീയമായ ഒരു പട്ടം നിർമ്മിച്ചതിൻ്റെ പിന്നിലെ കഥ എന്താണ്? വാട്ട് മെസ്സേജ് ഡു യു വോണ്ട് ടു കൺവേ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് കൈറ്റ് മേക്കേഴ്സ്? പട്ടം നിർമ്മാതാക്കളുടെ വരും തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് താങ്കൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? Question number 21. Mikhail decides to narrate how the Chinaman helped him in his agony. Attempt a possible narration. മിക്കാലിയുടെ വിഷമത്തിലും വേദനയിലും ചൈനാമാൻ എങ്ങനെ സഹായിച്ചു എന്ന് വിവരിക്കാൻ മിക്കാലി തീരുമാനിക്കുന്നു. അതിനെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 15ാമത്തെ ചോദ്യം മിക്കാലി എഴുതുന്ന ഡയറി എൻട്രി ആണ്. ഇതിൻ്റെ ഉത്തരമായി എഴുതേണ്ടത്. ഡയറിയുടെ ഫോർമാറ്റ് എഴുതേണ്ടതില്ല. Question number 22. Imagine that the roads in your village are damaged. As a responsible citizen, you decide to write a letter to the editor of a newspaper highlighting the issue for publication. Prepare the likely letter to the editor. നിങ്ങളുടെ ഗ്രാമത്തിലെ റോഡുകൾ തകർന്നു എന്ന് കരുതുക. ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് നിങ്ങളൊരു കത്ത് എഴുതാൻ തീരുമാനിക്കുന്നു. എഡിറ്റർക്കുള്ള കത്ത് തയ്യാറാക്കുക.
ആൻസർ നോക്കാം. ഫ്രം അഡ്രസ് വെക്കുക. നിങ്ങളുടെ സ്വന്തം പേരും അഡ്രസ്സും ആൻസർ ഷീറ്റിൽ എഴുതരുത്, വേറെ ഏതെങ്കിലും വെക്കുക. ടു അഡ്രസ് വെക്കുക. ഇത് ന്യൂസ് പേപ്പർ എഡിറ്റർക്ക് അയക്കുന്ന ലെറ്റർ ആണ്, അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പത്രത്തിൻ്റെ പേര് ചേർക്കുക. പിന്നെ സബ്ജക്റ്റ് എഴുതുക. ഇവിടെ അർജന്റ് അറ്റൻഷൻ നീഡഡ് ഫോർ ഡാമേജ് വില്ലേജ് റോഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്ഥലമില്ലാത്ത കാരണം 2 പേജിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ 1 പേജിലാക്കാൻ ശ്രമിക്കുക. പിന്നെ സല്യൂട്ടേഷൻ കൊടുക്കുക, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാം. ഇനി നിങ്ങൾ എഴുതുന്ന മാറ്ററിലേക്ക് കടക്കുക. അവർ വില്ലേജ് റോഡ്സ് ആർ ഇൻ ബാഡ് ഷേപ്പ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ റോഡുകളെല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ്. ദേ ഹാവ് മെനി ഹോൾസ് ആൻഡ് ആർ വെരി അൺഈവൻ. റോഡിൽ നിറയെ കുഴികളാണ്, അവ നിരപ്പായ അവസ്ഥയിലുമല്ല. ദിസ് മേക്സ് ഇറ്റ് ഹാർഡ് ഫോർ പീപ്പിൾ ടു വാക്ക്, സൈക്കിൾ ഓർ ഡ്രൈവ് സേഫ്ലി. ഇത് ആളുകൾക്ക് സുരക്ഷിതമായി നടക്കാനോ സൈക്കിൾ ഓടിക്കാനോ വാഹനം ഓടിക്കാനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ദ റോഡ്സ് ഗെറ്റ് ഈവൻ വേഴ്സ് വെൻ ഇറ്റ് റെയിൻസ്. മഴ പെയ്താൽ റോഡുകൾ കൂടുതൽ മോശമാകും. ദേ ബിക്കം വെരി ഡിഫിക്കൽട്ട് ടു യൂസ് ആൻഡ് സംടൈംസ് ഈവൻ ഇംപോസിബിൾ. അവ ഉപയോഗിക്കാൻ വളരെ പ്രയാസകരവും ചിലപ്പോൾ അസാധ്യവുമാണ്. I think the authorities should fix our roads as soon as possible. അധികാരികൾ ഞങ്ങളുടെ റോഡുകൾ എത്രയും വേഗം നന്നാക്കണമെന്ന് ഞാൻ കരുതുന്നു. It is important for our safety and well-being. ഇത് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനും പ്രധാനമാണ്. Please write about this in your newspaper so that everyone knows about the problem. ദയവായി നിങ്ങളുടെ പത്രത്തിൽ ഇതിനെക്കുറിച്ച് എഴുതുക, അതുവഴി ഈ പ്രശ്നം എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇത്രയും എഴുതി ലെറ്റർ അവസാനിപ്പിക്കുക. താങ്ക് യു. യുവർ സിൻസിയർലി, സിഗ്നേച്ചർ, നെയിം. Question number 23. Helen Keller decides to write a letter to a friend about how her instructor influenced her character and abilities. Try to come up with a potential letter for her. ഹെലൻ കെല്ലറുടെ ജീവിതത്തിലേക്ക് ടീച്ചർ വന്ന ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിച്ചുകൊണ്ട് ഹെലൻ തൻ്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതുന്നു. ടീച്ചറുടെ പേര് ആൻ സള്ളിവൻ എന്നാണ്. അത് ചോദ്യത്തിൽ കൊടുത്തിട്ടില്ല. ഫ്രണ്ടിനു വേണ്ടിയുള്ള ഒരു ലെറ്റർ തയ്യാറാക്കുക. ആൻസർ നോക്കാം. ഫ്രണ്ടിനു വേണ്ടിയുള്ള ലെറ്റർ ആണ്, അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ ഫോമാറ്റ് എഴുതുക. അതിനുശേഷം ലെറ്റർ ബോഡിയിലേക്ക് കടക്കുക. ഇവിടെ മുകളിലായി അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക. അയക്കുന്ന ആളുടെ പേര് അവസാനം ചേർക്കുന്നത് കൊണ്ട് നെയിം അഡ്രസ്സിൽ എഴുതേണ്ടതില്ല. ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? നിനക്ക് സുഖമാണോ? ഐ എം ഫൈൻ ഹിയർ. എനിക്ക് ഇവിടെ സുഖമാണ്. I want to tell you about Anne Sullivan, my teacher. എൻ്റെ ടീച്ചറായ ആൻ സള്ളിവനെ കുറിച്ച് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. She came into my life when I was 6 years old. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അവർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. She taught me language and so much more. എൻ്റെ ടീച്ചർ ഭാഷയും മറ്റും എന്നെ പഠിപ്പിച്ചു. Before Anne, I was lost in darkness and silence, but she showed me the way. എൻ്റെ ടീച്ചറായ ആൻ വരുന്നതിന് മുൻപ് ഞാൻ ഇരുട്ടിലും നിശബ്ദതയിലുമായിരുന്നു, പക്ഷേ എൻ്റെ ടീച്ചർ എനിക്ക് വഴി കാണിച്ചു തന്നു. ഷീ വാസ് പേഷ്യന്റ് ആൻഡ് കൈൻഡ് ആൻഡ് ഷീ ഹെൽപ് മീ ലേൺ ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക്. എൻ്റെ ടീച്ചർ ക്ഷമയും ദയയും ഉള്ളവളായിരുന്നു. വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിക്കാൻ എൻ്റെ ടീച്ചർ എന്നെ സഹായിച്ചു. ആൻ മെയ്ഡ് മീ ബ്രേവ് ആൻഡ് സ്ട്രോങ്. ആൻ എന്നെ ധീരയും ശക്തിയുമാക്കി. She believed in me even when I didn't believe in myself. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കാതിരുന്നപ്പോഴും എൻ്റെ ടീച്ചർ എന്നെ വിശ്വസിച്ചു. She showed me that I can do anything I set my mind to. ഞാൻ ഉദ്ദേശിക്കുന്നതെന്തും ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ ടീച്ചർ എനിക്ക് കാണിച്ചു തന്നു. ആൻ ഈസ് മോർ ദാൻ എ ടീച്ചർ. ആൻ എനിക്ക് ടീച്ചർ എന്നതിലുപരിയാണ്. ഷീ ഈസ് എ ഫ്രണ്ട്. ടീച്ചർ എൻ്റെ സുഹൃത്താണ്. എ ഗൈഡ്, ഒരു വഴികാട്ടിയാണ്. ആൻഡ് എ ഷൈനിങ് ലൈറ്റ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ തിളങ്ങുന്ന വെളിച്ചമാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ എവറി ഡേ. എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ടീച്ചറോട് നന്ദിയുള്ളവളാണ്. ഐ ഹോപ്പ് യു ഹാവ് സമ്മൺ ലൈക്ക് ആൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ആനിനെ പോലെ ഒരാൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹു ഹെൽപ്സ് യു ഗ്രോ ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അത് നിങ്ങളെ വളരാനും സ്വയം വിശ്വസിക്കാനും സഹായിക്കട്ടെ. വിത്ത് ലവ്, ഹെലൻ കെല്ലർ. ഇത്രയും എഴുതി ലെറ്റർ അവസാനിപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 24. കമന്റ് ഓൺ ദ പ്ലേ ടൈറ്റിൽ ബുവർ. ബുവർ എന്ന നാടകത്തിൻ്റെ ടൈറ്റിൽ, തലക്കെട്ടിനെ കുറിച്ച് അഭിപ്രായം എഴുതുക. ആൻസർ: ദ ടൈറ്റിൽ ഓഫ് ദിസ് വൺ ആക്ട് പ്ലേ ദ ബുവർ ഈസ് ഫെയർലി ജസ്റ്റിഫൈഡ്. ബുവർ എന്ന നാടകത്തിൻ്റെ ടൈറ്റിൽ തികച്ചും യോജിക്കുന്നതാണ്.
At the beginning of the play, the concept of the title The Boer is somewhat missing for the readers. നാടകത്തിന്റെ തുടക്കത്തിൽ ദ ബുവ എന്ന തലക്കെട്ടിന്റെ ആശയം വായനക്കാർക്ക് അത്ര മനസ്സിലാകുന്നില്ല. But the thorough study of this one-act play provides us with the meaning of the title as well as the character for whom this title has been provided. എന്നാൽ ഈ നാടകത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനവും ടൈറ്റിലിന്റെ അർത്ഥവും ഈ തലക്കെട്ട് നൽകിയ കഥാപാത്രവും ഏതാണെന്ന് നാടകം പുരോഗമിക്കുന്നതോടുകൂടി നമുക്ക് കാണിച്ചു തരുന്നു. The study of the play makes it clear that the hero, Smirnov, has been titled the Boer by the major character Mrs. Popov. ഈ നാടകത്തിലെ നായകനായ സ്മിർനോവിനെയാണ് ബുവ എന്ന് ഉദ്ദേശിക്കുന്നതെന്നും ബുവ എന്ന പേര് നൽകിയത് പ്രധാന കഥാപാത്രമായ മിസിസ് പോപ്പോവ് ആണെന്നും നമുക്ക് മനസ്സിലാകുന്നു. Here in this play, we find this hero character quite rude in his manners, who doesn't have a manner of speaking. ഈ നാടകത്തിൽ നായക കഥാപാത്രത്തെ മോശമായി സംസാരിക്കാൻ അറിയാത്ത ഒരാളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. He uses very harsh as well as rough words while speaking even with women. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പോലും പരുഷമായ വാക്കുകളാണ് ഈ വ്യക്തി ഉപയോഗിക്കുന്നത്. In the play, we find him making very rude remarks against the main character Mrs. Popov, a young widow. വിധവയായ മിസ്സിസ് പോപ്പോവ് എന്ന പ്രധാന കഥാപാത്രത്തിനെതിരെ അദ്ദേഹം വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നതായി നാടകത്തിൽ നാം കാണുന്നു. Due to his foolish and uncultured behavior, Mrs. Popov calls him Boer not only for a single time but for 3 times at once. അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തവും സംസ്കാരശൂന്യവുമായ പെരുമാറ്റങ്ങൾ കാരണം മിസ്സിസ് പോപ്പോ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം മാത്രമല്ല 3 പ്രാവശ്യം ബുവ എന്ന് വിളിക്കുന്നുണ്ട്. His rude remarks make Mrs. Popov quite angry. അദ്ദേഹത്തിന്റെ പരുഷമായ പരാമർശങ്ങൾ മിസ്സിസ് പോപ്പോവിനെ രോക്ഷാകുലയാക്കുന്നു. Thus the title of the play, The Boer, is fairly justified with the hero character Smirnov. ആയതിനാൽ ദ ബുവ എന്ന നാടകത്തിന്റെ ടൈറ്റിൽ നായക കഥാപാത്രമായ സ്മിർനോവിന് യോജിക്കുന്നു. The particular title suggests Smirnov's rude and uncultured manner in the play. ഈ ടൈറ്റിൽ സ്മിർനോവിന്റെ പരുഷവും സംസ്കാരശൂന്യമായ രീതികളെ സൂചിപ്പിക്കുന്നു. Question number 25. The residents of Gali Ramnathan village held a meeting on the first anniversary of Mahmood, the kite maker's death. Prepare a newspaper report about the program. പട്ടം നിർമ്മാതാവായ മഹ്മൂദിന്റെ ചരമവാർഷിക ദിനത്തിൽ ഗലി രാംനാഥൻ ഗ്രാമവാസികൾ യോഗം ചേർന്നു. ഈ പരിപാടിയെക്കുറിച്ച് ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക. ആൻസർ: ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ പ്രധാനമായും ഒരു ഹെഡ്ലൈൻ, ബൈലൈൻ, പ്ലേസ് ലൈൻ, ഡേറ്റ് ലൈൻ എന്നിവ വേണം. ന്യൂസ് റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഈ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇവിടെ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. വില്ലേജ് റിമെമ്പേഴ്സ് ബിലവഡ് കൈറ്റ് മേക്കർ ഓൺ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ഹിസ് പാസിംഗ് എന്നാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബൈലൈൻ, ഇവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പ്ലേസ് ലൈൻ ആൻഡ് ഡേറ്റ് ലൈൻ. ഇനി ന്യൂസ് റിപ്പോർട്ടിങ്ങിലേക്ക് കടക്കുക. The residents of Gali Ramnathan village gathered yesterday to pay tribute to Mahmood, the renowned kite maker, on the first anniversary of his death. പ്രശസ്ത പട്ടം നിർമ്മാതാവായ മഹ്മൂദിന്റെ 1ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഗലി രാംനാഥൻ ഗ്രാമത്തിലെ നിവാസികൾ ഇന്നലെ ഒത്തുകൂടി. The meeting held at the village community center was attended by villagers of all ages. ഗ്രാമത്തിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന യോഗത്തിൽ പ്രായഭേദമന്യേ ഗ്രാമീണർ പങ്കെടുത്തു. They shared stories, memories and anecdotes about Mahmood's life and work. മഹ്മൂദിന്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള കഥകളും ഓർമ്മകളും അവർ പങ്കുവച്ചു. The villagers recall how Mahmood's kites brought joy and excitement to the village and how his legacy continues to inspire the younger generation. മെഹ്മൂദിന്റെ പട്ടങ്ങൾ ഗ്രാമത്തിന് സന്തോഷവും ആവേശവും നൽകിയത് എങ്ങനെയെന്നും അദ്ദേഹത്തിന്റെ പാരമ്പര്യം യുവതലമുറയെ പ്രചോദിപ്പിക്കുന്നത് എങ്ങനെയെന്നും ഗ്രാമവാസികൾ അനുസ്മരിച്ചു. The program included a slideshow presentation showcasing Mahmood's life and work, followed by a kite-making workshop conducted by his family. പരിപാടിയിൽ മഹ്മൂദിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും കാണിക്കുന്ന സ്ലൈഡ് ഷോ അവതരണവും തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിയ പട്ടം നിർമ്മാണ ശില്പശാലയും ഉൾപ്പെടുത്തിയിരുന്നു.
The villagers also release kites in the sky, symbolizing Mahmud's spirit and legacy. മഹ്മൂദിന്റെ ചൈതന്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി ഗ്രാമവാസികൾ ആകാശത്ത് പട്ടം പറത്തി. The villagers also announced plans to establish a kite-making school in Mahmud's memory to preserve his art and craft for future generations. മെഹ്മൂദിന്റെ സ്മരണയ്ക്കായി പട്ടം നിർമ്മാണം പഠിപ്പിക്കുന്നതിനായി സ്കൂൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹത്തിന്റെ കലയും കരകൗശലവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുമെന്നും ഗ്രാമവാസികൾ പ്രഖ്യാപിച്ചു. The program concluded with a vote of thanks and a resolution to keep Mahmud's memory alive through his kites and stories. പട്ടം പറത്തിയും കഥകളിലൂടെയും മെഹ്മൂദിന്റെ സ്മരണ നിലനിർത്താമെന്ന തീരുമാനത്തോടെ പരിപാടികൾ സമാപിച്ചു. Question number 26. Attempt a critical review of the story The Beggar. The Beggar എന്ന ചാപ്റ്ററിന്റെ റിവ്യൂ എഴുതുക. ഇതിന്റെ ഉത്തരമായി സമ്മറി എഴുതിയാൽ മതിയാകും. ഈ ചാനലിൽ സമ്മറി മലയാള വിവരണമുണ്ട്. ആ വീഡിയോ കാണുക. Question number 27 to 29. Attempt any two of the following in about 250 words. Each question carries 8 scores. 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് 250 വാക്കിൽ ഉത്തരം എഴുതുക. ഓരോന്നിനും 8 സ്കോർ വീതം. Question number 27. Prepare a critical analysis of The Boy and the Snake. The Boy and the Snake എന്ന കവിതയുടെ വിശകലനം എഴുതുക. ഈ ചാപ്റ്ററിന്റെ വീഡിയോ ചാനലിലുണ്ട്. ഉത്തരം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. Question number 28. On World Literacy Day, you are asked to give a speech about education for human empowerment. Prepare the speech. ലോക സാക്ഷരതാ ദിനത്തിൽ മനുഷ്യ ശാക്തീകരണത്തിനുള്ള വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രസംഗം തയ്യാറാക്കുക. ആൻസർ നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ടുഡേ വി സെലിബ്രേറ്റ് വേൾഡ് ലിറ്ററസി ഡേ. ഇന്ന് നമ്മൾ ലോക സാക്ഷരതാ ദിനം ആഘോഷിക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്കിംഗ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. മനുഷ്യന്റെ കഴിവുകൾ തുറക്കുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. ഇറ്റ് എംപവേഴ്സ് അസ് ടു തിങ്ക്, ടു ലേൺ ആൻഡ് ടു ഗ്രോ. അത് ചിന്തിക്കാനും പഠിക്കാനും വളരാനും നമ്മെ പ്രാപ്തരാക്കുന്നു. വിത്തൗട്ട് എഡ്യൂക്കേഷൻ വി ആർ ലിമിറ്റഡ് ഇൻ വാട്ട് വി ക്യാൻ അച്ചീവ്. വിദ്യാഭ്യാസം കൂടാതെ നമുക്ക് നേടാനാകുന്ന കാര്യങ്ങളിൽ നാം പരിമിതരാണ്. വി കനോട്ട് റീഡ്, റൈറ്റ് ഓർ ആക്സസ് ഇൻഫർമേഷൻ. വിദ്യാഭ്യാസമില്ലാതെ വായിക്കാനോ എഴുതാനോ വിവരങ്ങൾ ശേഖരിക്കാനോ നമുക്ക് കഴിയില്ല. വി ആർ ട്രാപ്ഡ് ഇൻ പോവർട്ടി ആൻഡ് ഇഗ്നറൻസ്. നാം ദാരിദ്ര്യത്തിലും അജ്ഞതയിലും അകപ്പെട്ടിരിക്കും. ബട്ട് വിത്ത് എഡ്യൂക്കേഷൻ വി ക്യാൻ ബ്രേക്ക് ഫ്രീ. എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സ്വതന്ത്രരാകാം. വി ക്യാൻ ഗെയിൻ നോളജ്, സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ്. നമുക്ക് അറിവും കഴിവും ആത്മവിശ്വാസവും നേടാം. വി ക്യാൻ ഇംപ്രൂവ് അവർ ലൈഫ്സ്, അവർ കമ്മ്യൂണിറ്റീസ് ആൻഡ് അവർ വേൾഡ്. നമുക്ക് നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും ലോകത്തെയും മെച്ചപ്പെടുത്താൻ കഴിയും. Education empowers us to make informed choices, to participate in society and to reach our full potential. അറിവോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താനും സമൂഹത്തിൽ പങ്കാളികളാകാനും നമ്മുടെ പൂർണ്ണമായ കഴിവിൽ എത്തിച്ചേരാനും വിദ്യാഭ്യാസം നമ്മെ പ്രാപ്തരാക്കുന്നു. It helps us to overcome obstacles, to challenge injustice and to build a better future. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും അനീതികളെ വെല്ലുവിളിക്കാനും നല്ല ഭാവി കെട്ടിപ്പടുക്കാനും അത് നമ്മെ സഹായിക്കുന്നു. Let us recognize the power of education and work together to ensure that all individuals have access to quality education. വിദ്യാഭ്യാസത്തിന്റെ ശക്തി തിരിച്ചറിയുകയും എല്ലാ വ്യക്തികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാണെന്ന് ഉറപ്പാക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. Let us empower ourselves, our communities and future generations through education. വിദ്യാഭ്യാസത്തിലൂടെ നമ്മെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഭാവി തലമുറയെയും ശാക്തീകരിക്കാം. താങ്ക് യു. Question number 29. Write an essay about how sad the refugee camps are and how war affects people's lives. Use the lessons refugee mother and child and maternity as a guide. അഭയാർത്ഥി ക്യാമ്പുകൾ എത്ര സങ്കടകരമാണെന്നും യുദ്ധം ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും എഴുതുക. റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് ആൻഡ് മെറ്റേണിറ്റി എന്നീ 2 പാഠങ്ങൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. രണ്ടിലെയും തീം സെയിം ആണ്. നമുക്ക് ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം.
റെഫ്യൂജി ക്യാമ്പ്സ് ആർ വെരി സാഡ് പ്ലേസസ്. അഭയാർത്ഥി ക്യാമ്പുകൾ വളരെയധികം സങ്കടം നിറഞ്ഞ സ്ഥലങ്ങളാണ്. വോർ ഫോഴ്സസ് പീപ്പിൾ ടു ലീവ് ദെയർ ഹോംസ് ആൻഡ് ലിവ് ഇൻ ദീസ് ക്യാമ്പ്സ് വിത്ത് ലിറ്റിൽ ഫുഡ്, വാട്ടർ ഓർ ഷെൽട്ടർ. യുദ്ധം കാരണം ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് ഈ ക്യാമ്പുകളിൽ ഭക്ഷണമോ വെള്ളമോ പാർപ്പിടമോ ഇല്ലാതെ ജീവിക്കാൻ ഇടയാകുന്നു. The poem Refugee Mother and Child by Chinua Achebe and the story Maternity by Lilika Nakos show us the suffering of refugees. ചിനുവ അച്ചബയുടെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന കവിതയും ലിലിക നക്കോസിന്റെ മറ്റേണിറ്റി എന്ന സ്റ്റോറിയും അഭയാർത്ഥികളുടെ കഷ്ടപ്പാടുകൾ നമുക്ക് കാണിച്ചു തരുന്നു. In Refugee Mother and Child, a mother loves her dying child but cannot help him. Refugee Mother and Child എന്ന കവിതയിൽ ഒരു അമ്മ മൃതപ്രാണനായ തൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നു, പക്ഷേ ആ അമ്മയ്ക്ക് അവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. This shows how war takes away basic needs like health care. ആരോഗ്യ സംരക്ഷണം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ യുദ്ധം എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് ഈ കവിതയിൽ കാണാം. The mother's pain is like the pain of many refugees who lost their children. മക്കളെ നഷ്ടപ്പെട്ട പല അഭയാർത്ഥികളുടെയും വേദന പോലെയാണ് ഈ അമ്മയുടെ വേദന. Maternity by Lilika Nakos tells the story of Mikali and his baby brother. Lilika Nakos എഴുതിയ മെറ്റേണിറ്റി മിക്കാലിയുടെയും അവൻ്റെ കുഞ്ഞു സഹോദരൻ്റെയും കഥ പറയുന്നു. Their mother died after giving birth to Mikali's baby brother. മിക്കാലിയുടെ കുഞ്ഞു സഹോദരനെ പ്രസവിച്ച ശേഷം അവരുടെ അമ്മ മരിക്കുന്നു. This shows how war can take away loved ones and leave families vulnerable. യുദ്ധം പ്രിയപ്പെട്ടവരെ വേർപിരിക്കാനും കുടുംബങ്ങളെ ദുർബലരാക്കാനും കഴിയുമെന്ന് ഇത് കാണിച്ചു തരുന്നു. War destroys homes, communities and lives. യുദ്ധം വീടുകളും സമൂഹങ്ങളും ജീവിതങ്ങളും നശിപ്പിക്കുന്നു. റെഫ്യൂജീസ് സഫർ ഫ്രം ഹങ്കർ, ഡിസീസ് ആൻഡ് ട്രോമ. അഭയാർത്ഥികൾ പട്ടിണി, രോഗം, യുദ്ധം മൂലമുണ്ടാകുന്ന മാനസിക ആഘാതം എന്നിവയാൽ കഷ്ടപ്പെടുന്നു. They lost their families, homes and future. ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളും വീടും ഭാവിയും നഷ്ടപ്പെടുന്നു. War also hurts people's minds and hearts, causing long-lasting pain. യുദ്ധം ആളുകളുടെ മനസ്സിനും ഹൃദയത്തിനും ദീർഘകാല വേദനയുണ്ടാക്കുന്നു. We must work together to stop war and help refugees. യുദ്ധം അവസാനിപ്പിക്കാനും അഭയാർത്ഥികളെ സഹായിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. We must build a world where people can live in peace and dignity. ആളുകൾക്ക് സമാധാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം നാം കെട്ടിപ്പടുക്കണം. In short, refugee camps are sad places where people suffer because of war. ചുരുക്കി പറഞ്ഞാൽ അഭയാർത്ഥി ക്യാമ്പുകൾ യുദ്ധം കാരണം ആളുകൾ കഷ്ടപ്പെടുന്ന സങ്കടകരമായ സ്ഥലങ്ങളാണ്. We must work together to help refugees and build a peaceful world. അഭയാർത്ഥികളെ സഹായിക്കാനും സമാധാനപൂർണ്ണമായ ലോകം കെട്ടിപ്പടുക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്